ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എക്സൽ വിത്ത് ആഷിഫിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ട് UAE ലോട്ടറിനെ കുറിച്ച് പറയാനായിട്ടാണ്. അപ്പോൾ ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട് UAE ലോട്ടറി എങ്ങനെ എടുക്കാം, നിങ്ങൾക്ക് എങ്ങനെ അക്കൗണ്ട് രജിസ്റ്റർ ചെയ്യാം, അങ്ങനെ കംപ്ലീറ്റ്ലി ഒരു വീഡിയോ ആണിത്. അതായത് എങ്ങനെ രജിസ്റ്റർ ചെയ്യാം സ്പീഡിൽ പറയുന്നുണ്ട്, എങ്ങനെ രജിസ്റ്റർ ചെയ്യാം. അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാർക്ക് പേയ്മെൻറ്റ് ഇഷ്യൂസ് എല്ലാം വരുന്നുണ്ട്. പേയ്മെൻറ്റ് റിജക്റ്റ് ആകുന്നത്, ബാങ്ക് ഏത് സെലക്ട് ചെയ്യണം, കാർഡ് ഏത് സെലക്ട് ചെയ്യണം, പേയിൽ എങ്ങനെ പേയ്മെൻറ്റ് ചെയ്യാം, അതുപോലെ തന്നെ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ ടിക്കറ്റിൻ്റെ നമ്പർ, അതുപോലെ തന്നെ ഡ്രോ ID എങ്ങനെ കിട്ടും, അതെല്ലാം ഒരുപാട് ആൾക്കാർക്ക് അങ്ങനെ കുറേ ഡൗട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ക്ലിയർ ആക്കുന്ന ഒരു സെഗ്മെൻറ്റാണിത്. നിങ്ങൾക്ക് എങ്ങനെ രജിസ്റ്റർ ചെയ്യാം, എങ്ങനെ ടിക്കറ്റ് എടുക്കാം, ആ ടിക്കറ്റ് എവിടെ നിന്ന് നിങ്ങൾക്ക് ടിക്കറ്റിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും അതിൻ്റെ ട്രാൻസാക്ഷൻ ID-യും അതുപോലെ തന്നെ ടിക്കറ്റ് തന്നെ നിങ്ങൾക്ക് എവിടെ നിന്ന് കാണാൻ പറ്റുന്നില്ല രീതിയിൽ എല്ലാം കംപ്ലീറ്റ്ലി വീഡിയോ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഇത് കംപ്ലീറ്റ്ലി കാണാം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറ്റു ഫ്രണ്ട്സിന്, നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റു ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ പോകേണ്ടത് UAELottery.ae എന്ന് പറയുന്ന സൈറ്റിലേക്കാണ് പോകേണ്ടത്. അവിടെ പോയി കഴിഞ്ഞാൽ രജിസ്റ്റർ എന്ന് പറയുന്ന ബട്ടൺ ഉണ്ട്. ഇതിൽ കാണുന്ന എനിക്ക് രജിസ്റ്റർ എന്ന് പറയുന്ന ബട്ടൺ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം ഇവിടെ പറയുന്ന എനിക്ക് ഫസ്റ്റ് നെയിം അടിക്കാം. നിങ്ങൾ ഫസ്റ്റ് നെയിം അടിക്കാം, അതിനുശേഷം ലാസ്റ്റ് നെയിം അടിക്കാം. നിങ്ങൾ എമിറേറ്റ്സ് ID-യിൽ എന്താണോ ഉള്ളത് അതന്നെ അടിക്കണം. എമിറേറ്റ്സ് ID വെച്ചിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അതിനുശേഷം EID കൊടുക്കുക. നിങ്ങൾ EID എമിറേറ്റ്സ് ID-യിൽ ഉണ്ടാവും. അത് കൊടുത്തതിന് ശേഷം നിങ്ങൾ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക, മൊബൈൽ നമ്പർ കൊടുക്കുക, അതുപോലെ തന്നെ മെയിൽ ID കൊടുക്കുക, പിന്നെ ഒരു പാസ്വേഡ് നിങ്ങൾ കൊടുക്കുക. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക. അത് മെയിൽ ID നാട്ടിൽ ഏതായാലും പ്രശ്നമൊന്നുമില്ല, നമ്പർ UAE-ൽ കൊടുക്കാൻ ശ്രദ്ധിക്കാം. ഓക്കെ, അതിനുശേഷം ജസ്റ്റ് നെക്സ്റ്റ് അടിക്കാം. നെക്സ്റ്റ് അടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലൊരു ടേംസ് ആൻഡ് കണ്ടീഷൻസ് വരും. ജസ്റ്റ് എഗ്രി കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, നിങ്ങളെ എമിറേറ്റ്സ് ഓൾറെഡി സെലക്റ്റായി, നിങ്ങളെ സ്റ്റേറ്റ് ഓൾറെഡി യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് സെലക്ട് ആയിട്ടുണ്ടാവും. നിങ്ങൾ എമിറേറ്റ്സ് കൊടുക്കുക, അതുപോലെ തന്നെ നിങ്ങളെ പ്ലേസ് എവിടെയാണ് വരുന്നത് അത് കൊടുക്കുക. ഓക്കെ, അതിനുശേഷം നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ മൊബൈൽ നമ്പർ OTP അല്ലെങ്കിൽ ഇമെയിൽ ID OTP വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ലോഗിൻ ചെയ്യാം. ഇപ്പോൾ ഇവിടെ ജസ്റ്റ് ഇമെയിൽ ID വെച്ചിട്ട് ലോഗിൻ ചെയ്തു. നിങ്ങൾ അക്കൗണ്ട് കയറിയതിന് ശേഷം മൊബൈൽ നമ്പർ വെരിഫൈ ചെയ്താലും മതി. ഓക്കെ, ഇങ്ങനൊരു വിൻഡോ വന്നു കഴിഞ്ഞാൽ KYC വെരിഫിക്കേഷൻ ചെയ്യുക. KYC വെരിഫിക്കേഷൻ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ എമിറേറ്റ്സ് ID-ൻ്റെ ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളെ ഫേസിൻ്റെ ചെറിയൊരു വീഡിയോ എടുക്കണം. ഓക്കെ, അതായത് എമിറേറ്റ്സ് ID ക്ലിയർലി ഫോട്ടോ ഒന്നെങ്കിൽ നിങ്ങളെ ഗാലറിയിൽ നിന്ന് അപ്ലോഡ് ചെയ്യുക, അതല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങളെ കയ്യിലാണില്ലെങ്കിൽ ജസ്റ്റ് ഫോട്ടോ എടുത്ത് അപ്ലോഡ് ചെയ്താൽ മതി. പിന്നെ ഉള്ളത് നമ്മളെ ഫേസ് വെരിഫിക്കേഷനാണ്. അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് അവിടെ നിന്ന് ക്യാമറ ഓൺ ആക്കിയിട്ട് ജസ്റ്റ് അതിൽ പറയുന്ന കണക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അതെനിക്ക് സ്ക്രീൻ റെക്കോർഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല, കാരണം സെക്യൂരിറ്റി റീസൺ ഉണ്ടായതുകൊണ്ട്. കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ KYCയും വെരിഫൈ ആകും കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് എങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്യാം, അതുപോലെ ടിക്കറ്റ് എടുക്കാമെന്ന് നോക്കാം. ഓക്കെ, ഇത്രയും ചെയ്തതിന് ശേഷം നിങ്ങൾ ചെക്ക് ചെയ്യുക, നിങ്ങളുടെ മൊബൈൽ നമ്പർ ഇവിടെ വെരിഫൈ ആയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ മൊബൈൽ നമ്പർ ഇവിടെ വെരിഫൈ ആയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. അതേപോലെ തന്നെ ഇമെയിൽ ID ഇവിടെ വെരിഫൈ ആയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. പേഴ്സണൽ ഇൻഫർമേഷൻ KYC ഇവിടെ വെരിഫൈ ആയിട്ടുണ്ടോ ചെക്ക് ചെയ്യാം. ഇത്രയും കാര്യങ്ങൾ ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം ഡെപ്പോസിറ്റ് ചെയ്യാം കേട്ടോ. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ KYC ഒന്നും വെരിഫൈ ചെയ്യാണ്ട് നിങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പം എന്തെങ്കിലും എറർ ചെയ്താൽ പിന്നെ വിഡ്രോ ചെയ്യലും പിടിക്കലും കുറച്ച് പാടായിരിക്കും. അതിനുശേഷം ഡെപ്പോസിറ്റ് അടിക്കുക. നിങ്ങൾക്ക് ആവശ്യമില്ല 50 ആണോ 100 ആണോ 200 ആണോ സെലക്ട് ചെയ്യുക. കാർഡാണെങ്കിൽ ബാങ്ക് ഡെബിറ്റ് കാർഡാണെങ്കിൽ അത് സെലക്ട് ചെയ്യുക. പേ ആണെങ്കിൽ അത് സെലക്ട് ചെയ്യുക. ഡെപ്പോസിറ്റ് അടിക്കുക. ഡെപ്പോസിറ്റ് അടിക്കുമ്പോൾ വേറൊരു ഗേറ്റ് വേയിലേക്ക് പോകും, വേറൊരു പേജിലേക്ക് നിങ്ങളെ കൊണ്ടുപോകും. ജസ്റ്റ് ഇത് സ്കാൻ ചെയ്ത് പേ ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഇപ്പോൾ എൻ്റെ പേയ്മെൻറ്റ് ഇവിടെ സക്സസ്ഫുൾ ആയിട്ടുണ്ട്. ഓക്കെ, കൊടുത്തിട്ട് അടിക്കാം.
നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളെ ഇവിടെ ബാലൻസ് 100 എയ്ഡ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചെക്ക് ചെയ്യേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ശ്രദ്ധിക്കുക, ബാങ്ക് സെലക്ട് ചെയ്യും, ബാങ്ക് കാർഡ് സെലക്ട് ചെയ്യുമ്പം ഇവർ മെൻഷൻ ചെയ്ത ബാങ്ക് മാത്രമേ എടുക്കുകയുള്ളൂ. അപ്പം നമ്മൾ വേറെ ബാങ്കും കാര്യങ്ങളും ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നടക്കൂല. അപ്പോൾ 2 പ്രാവശ്യം നിങ്ങൾക്ക് ട്രൈ ചെയ്യുന്ന അവസരമുണ്ട്. 2 പ്രാവശ്യം ആയിട്ടില്ല, 3ാമത്തെ പ്രാവശ്യം നിങ്ങൾ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ ID ചിലപ്പം ബ്ലോക്കായി പോകും. ഓക്കെ, പിന്നെ അത് നിങ്ങൾക്കത് റെഡിയാക്കി എടുക്കണമെങ്കിൽ അൺബ്ലോക്ക് ചെയ്യണമെങ്കിലെല്ലാം 24 hours എടുക്കും. കസ്റ്റമർ കെയർ ബന്ധപ്പെട്ടിട്ട് വെരിഫൈ ചെയ്തിട്ട് വേണം നിങ്ങൾ അൺബ്ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ ആദ്യം ഒന്ന് ATM കാർഡ് വെച്ച് ചെയ്യുക. അത് നടക്കുന്നില്ലെങ്കിൽ നെക്സ്റ്റ് സ്റ്റെപ്പ് പേ ബൈ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് ജസ്റ്റ് അതിൽ എമൗണ്ട് ലോഡ് ചെയ്യുക, ജസ്റ്റ് സ്കാൻ ചെയ്ത് പേ ചെയ്താൽ മതി. ഓക്കെ, അതേപോലെ തന്നെ വേറെ നാട്ടിലുള്ളവർക്ക് എടുക്കാൻ പറ്റുമോ ചോദിക്കുന്നുണ്ട്. നാട്ടിലുള്ളവർക്ക് എടുക്കാം. ഞാൻ നാട്ടിൽ നിന്നാണ് ഇപ്പം കറൻ്റ് എടുക്കുന്നത്. നിങ്ങൾ ജസ്റ്റ് ഇതുപോലെ തന്നെ ID കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യുക, പേ ബൈ ക്ലിക്ക് ചെയ്യുക, ഈ ഒരു QR കോഡ് ഗൾഫിലെ ആൾക്ക് അയച്ചു കൊടുക്കുക, അവരോട് ജസ്റ്റ് സ്കാൻ ചെയ്ത് പേ ചെയ്യാൻ പറയാം. അത്ര മാത്രമേ പണിയുള്ളൂ കേട്ടോ. അത് നിങ്ങൾ നാട്ടിലത്തെ ഇപ്പം കാർഡ് വെച്ച് ചെയ്യുമ്പോൾ ചിലപ്പോൾ നാട്ടിൽ നമ്മൾ പേയ്മെൻറ്റ് ചെയ്യാൻ നോക്കുമ്പോൾ നമ്മൾ IP വെച്ച് ചിലപ്പം റിജക്റ്റ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ പേ ബൈ യൂസേജ് ചെയ്താൽ മതി. ഓക്കെ, ഇനി നമുക്ക് എങ്ങനെയാണ് ടിക്കറ്റ് എടുക്കാൻ നോക്കാം. നമ്മൾ പ്രൊഫൈലിൽ പോകുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് എല്ലാം വെരിഫൈ ആയിട്ടുണ്ട് എന്നുള്ളത് കൺഫേം ചെയ്യുക. അതിന് ശേഷം പ്ലേ അടിക്കാം. ഓക്കെ, നമ്മളിപ്പോൾ എടുക്കുന്നത് ഇതിൻ്റെതാണ് ലക്കി ഡ്രോ. ഒരുപാട് സ്ക്രാച്ച് എന്നെല്ലാം പറഞ്ഞ് 2-3 ഇതുണ്ട്. 50 dirhamsൻ്റെ ഉണ്ട്, 20 dirhamsൻ്റെ ഉണ്ട്, 10 dirhamsൻ്റെ ഉണ്ട്, 5 dirhamsൻ്റെ എല്ലാം ഉണ്ട്. സ്ക്രാച്ച് ആൻഡ് വിൻ എന്നെല്ലാം പറഞ്ഞ് നമ്മൾ ലക്കി എടുക്കുന്നത്. അപ്പോൾ ജസ്റ്റ് അത് ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ നമുക്ക് 2 ടിക്കറ്റ് എടുക്കാം. ഞാൻ 2 ടിക്കറ്റാണ് ഇപ്പോൾ എടുക്കുന്നത്. അപ്പോൾ നമുക്കിഷ്ടമുള്ള 6 നമ്പർ ഇതിൽ നിന്ന് 6 ഡിജിറ്റ് നമുക്ക് സെലക്ട് ചെയ്യാം. ഇപ്പം ഇഷ്ടമുള്ള ഒരു 6 ഡേറ്റിനായി ഇതിൽ നിന്ന് സെലക്ട് ചെയ്യുന്നു. ഓക്കെ, നമ്മൾ ഇവിടെ എടുക്കുന്ന 2 എൻട്രീസാണ്. 2 എൻട്രീസ് ആയതുകൊണ്ട് നമ്മൾ രണ്ടാമതൊരു 6 കൂടെ സെലക്ട് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയും എടുക്കാം. അല്ല 2 ഡ്രോയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെങ്കിൽ 2 ഡ്രോയിൽ നിങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. അല്ല ഒറ്റ സിംഗിൾ ഡ്രോയിൽ മാത്രം പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതുപോലെ എത്ര ടിക്കറ്റാണോ നിങ്ങൾക്ക് വേണ്ടത് അത് 4 ടിക്കറ്റ് നിങ്ങൾക്ക് അറ്റ് എ ടൈം എടുക്കാം. 4 ടിക്കറ്റ് നിങ്ങൾക്ക് ഒരുമിച്ച് എടുക്കാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ 6 റാൻഡം നമ്പർ സെലക്ട് ചെയ്യുക. ഇവിടെ നിന്ന് മന്ത് എന്നുള്ളെടുത്തുനിന്ന് ഒരു നമ്പർ പിക്ക് ചെയ്യുക. ഏത് മന്ത് എന്നുള്ളത് പിക്ക് ചെയ്യാം. ഓക്കെ, അതിനുശേഷം ഇവിടെ വന്നിട്ട് നിങ്ങൾക്കിവിടെ എത്ര ഡ്രോയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതടിക്കാം. ഇപ്പോൾ 1 ആണെങ്കിൽ ഞാൻ പറഞ്ഞെങ്കിൽ 2 ടിക്കറ്റ് വെച്ചാണ് എടുക്കുന്നത്, 100 dirhams വരും. ഒരു 3 ആണെങ്കിൽ 300 dirhams വരും. ഒരു ടിക്കറ്റ് മാത്രം നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഡ്രോക്ക് 50 dirhams ആണ്. ഇനി 3 ഡ്രോക്ക് എടുക്കുന്നുണ്ടെങ്കിൽ 150 dirhams ആവും. ഓക്കെ, അങ്ങനെയാണ് കാര്യങ്ങൾ പോകുന്നത്. പിന്നെ വിന്നിങ്സും കാര്യങ്ങളും വരുന്നത് ഇപ്പോൾ ഇവിടെ നമുക്ക് ജാക്ക് പോട്ട് പറയുന്നത് ഇവിടെ AD കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ജാക്ക് പോട്ട് എന്ന് പറയുന്നതിന് ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ട്. അതായത് അഷ്വർഡ് അല്ല, നിങ്ങളിപ്പം ആദ്യത്തെ ഡ്രോയിൽ തന്നെ ജാക്ക് പോട്ട് അടിക്കണം എന്നില്ല. ഓക്കെ, അതേപോലെ തന്നെ സെക്കൻഡ് പ്രൈസ് ഉണ്ട്, തേർഡ് പ്രൈസ് ഉണ്ട്, ഫോർത്ത് പ്രൈസ് ഉണ്ട്, അങ്ങനെ ഓരോരോ പ്രൈസ് ഉണ്ട്. സെക്കൻഡ് പ്രൈസ് വരുന്നത് 10 ലക്ഷം AED ആണ്. തേർഡ് പ്രൈസ് വരുന്നത് 1 ലക്ഷം AED ആണ്. ഫോർത്ത് പ്രൈസ് വരുന്നത് 1000 AED ആണ്. അതിന് കണ്ടീഷൻ വരുന്നത് നമ്മളെ ഇപ്പോൾ 6 അക്കും പിന്നെ ഒരു റാൻഡം നമ്പറും നമുക്ക് തരും. അത് 7 അക്കും മാച്ച് ആയിട്ടുണ്ടെങ്കിലാണ് ജാക്ക് പോട്ട്, 6 അക്കം മാത്രമേ മാച്ച് ആയിട്ടില്ലെങ്കിൽ സെക്കൻഡ് പ്രൈസ് ആണ്. അതേപോലെ തന്നെ 5 അക്കും നിങ്ങളെ അവർ തരുന്നൊരു നമ്പറില്ല, അതും മാച്ച് ആയിട്ടുണ്ടെങ്കിൽ 1000 dirhams ആണ്. അങ്ങനെ ഭാഗ്യമാണ്. ഒന്നെങ്കിൽ നിങ്ങൾ 2 ടിക്കറ്റായിട്ട് എടുക്കുക, അല്ലെങ്കിൽ 2 ഡ്രോയിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. ഓക്കെ, ഞാൻ ഇപ്പോൾ 2 ടിക്കറ്റായിട്ടാണ് എടുക്കുന്നത്. ഇനി ഇപ്പോൾ ഒന്നുമില്ല, വേറെ ഓപ്ഷൻസ് ഒന്നുമില്ല. ഇപ്പോൾ ഒന്നും കൂടെ ചെക്ക് ചെയ്യുക. നിങ്ങൾ നമ്പർ സെലക്ട് ചെയ്യുക. നമ്പർ സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ ഇവിടെ വന്നിട്ട് ജസ്റ്റ് ബൈ നോ കൊടുത്താൽ മതി. ഇപ്പോൾ ഇവിടെ പർച്ചേസ് സക്സസ്ഫുൾ
കംപ്ലീറ്റ് ആയി. അതിവിടെ കൺഫേം കൊടുത്തു ചെയ്താൽ അത് കൺഫേം ആയി. ഇപ്പം എനിക്ക് ആ ടിക്കറ്റ് ഇവിടുന്ന് പോയി ഇവിടെ വന്നു കഴിഞ്ഞാൽ ഓർഡേഴ്സിൽ വന്നു കഴിഞ്ഞാൽ എൻ്റെ ടിക്കറ്റ് നമ്പർ ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, ഇവിടെ എൻ്റെ ടിക്കറ്റിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ വന്നിട്ടുണ്ട്, വാറ്റ് എത്ര പോയത്, അതുപോലെ തന്നെ എൻ്റെ നമ്പർ, ഞാൻ എടുത്ത ടിക്കറ്റ് നമ്പർ വന്നിട്ടുണ്ട്, ചാൻസ് ID എന്ന് പറഞ്ഞാൽ എൻ്റെ ID ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ വ്യൂ ടിക്കറ്റ് അടിച്ച് കഴിഞ്ഞാൽ എൻ്റെ ടിക്കറ്റ് ഇവിടെ ഇതേപോലെ നിങ്ങൾക്ക് വ്യൂ ചെയ്ത് കാണാൻ പറ്റും. ഓക്കെ, ഇതാണ് ആക്ച്വലി ഇങ്ങനെയാണ് ടിക്കറ്റ് നിങ്ങൾ എടുക്കേണ്ടത്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളെല്ലാം ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിച്ചാൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഇറ്റ്സ് മീ ആഷിഫ് സൈനിങ് ഔട്ട്.